എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച മഹിളാ സംവരണ ബില്ലിനെ പരാജയപ്പെടുത്താൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സർക്കാരിനെതിരായി രാജ്യവ്യാപകമായിട്ടുള്ള പ്രചരണത്തിനും പ്രക്ഷോഭത്തിനും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായൊരു തീരുമാനമായിരുന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾ ഒരു സ്ത്രീ വിരുദ്ധ മുന്നണിയാണ് എന്ന് ഇന്ത്യ സഖ്യം തെളിയിച്ചിരിക്കുകയാണ്. തങ്ങളുടെ കുടുംബാധിപത്യവും സാമുദായിക പ്രാതിനിധ്യവുമെല്ലാം വിശാലമായിട്ടുള്ള ജനാധിപത്യ സങ്കല്പത്തിന് മുമ്പിൽ ഞങ്ങൾ മാനിക്കില്ല എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ സിപിഎമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യത്തിനും ബിൽ അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാജി പാർലമെന്റിൽ മറുപടി നൽകിയതാണ്. ചർച്ചക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾക്കും അതിന് മറുപടി പറയുന്ന സന്ദർഭത്തിൽ ആഭ്യന്തരമന്ത്രി കൃത്യമായിട്ടുള്ള മറുപടി നൽകിയതാണ്. വ്യക്തിപരമായി പ്രധാനമന്ത്രി ഈ ബില്ല് പാസാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ എംപിമാരെയും, ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ എംപിമാരെയും ഓർമ്മിപ്പിക്കുകയും വ്യക്തിപരമായി എംപിമാരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണോ 2023 ആദ്യത്തെ ബില്ല് പാസാക്കാൻ ഒരു സമവായമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്, സമാനമായ രീതിയിൽ ഈ പ്രാവശ്യവും സമവായത്തിലൂടെ തീരുമാനത്തിലെത്തിക്കുക എന്നുള്ള സമീപനമാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടായത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ല് എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം, രാജ്യത്തിലെ 50% വരുന്ന സ്ത്രീ സമൂഹത്തെ രാഷ്ട്രീയ അധികാരത്തിന്റെ മുഖ്യശ്രേണിയിലേക്ക് ഒരു കാരണവശാലും കൊണ്ടുവരാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യ സഖ്യം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഈ ബില്ലിൽ ഏത് ക്ലോസിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കാതെ ബില്ല് പരാജയപ്പെടുത്തുക എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ മുന്നണിയും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഫലത്തിൽ ഇത് രാജ്യത്തിലെ സ്ത്രീ സമൂഹത്തെ അധികാരത്തെ പുറത്താക്കുക എന്നുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇത് രാജ്യത്തിലെ സ്ത്രീ സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ കൊടിയ പാപമാണ്, അവരോടുള്ള അവഹേളനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി സ്ത്രീ വിരുദ്ധ മുന്നണിയാണ് എന്നുള്ള നിലപാടിലേക്ക് ബിജെപി എത്തിയിട്ടുള്ളത്. രാജ്യത്തിലെ സ്ത്രീകൾക്ക് അധികാരം കിട്ടാനുള്ള ഒരു പരിശ്രമത്തെ ചെറുത്തുതോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള നാടകത്തെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന് മുമ്പാകെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ബിജെപി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യവ്യാപകമായി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രചരണത്തിനും പ്രക്ഷോഭത്തിനും പാർട്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം 30 വരെ രാജ്യവ്യാപകമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രചരണങ്ങളും പ്രക്ഷോഭ പരിപാടികളും പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ട മഹിളാ നേതാക്കന്മാരെ ഈ വിഷയത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും പിന്തുണ സമാഹരിക്കുക, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് എല്ലാ മഹിളകളുടെയും സജീവമായിട്ടുള്ള മുന്നേറ്റമുണ്ടാക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി
ഈ മാസം 21, 22, 23 തീയതികളിൽ കേരളത്തിലെ മുഴുവൻ മഹിളാ നേതാക്കന്മാരെയും ബിജെപിയുടെ മഹിളാ നേതാക്കന്മാർ സമ്പർക്കം ചെയ്യും. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഞങ്ങളുടെ പ്രവർത്തകരെ സമ്പർക്കം ചെയ്യും. കേരളത്തിലെ സാമൂഹിക പ്രവർത്തകന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, സിനിമാ പ്രവർത്തകന്മാർ, കലാകാരന്മാർ, സാമുദായിക സംഘടനയിലെ മഹിളാ നേതാക്കന്മാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകന്മാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇങ്ങനെ സാമൂഹിക ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ടിട്ടുള്ള മഹിളാ നേതാക്കന്മാരെ സമ്പർക്കം ചെയ്യുക, പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ മുന്നണി ഈ ബില്ല് അട്ടിമറിക്കാൻ നടത്തിയ ഹീനമായിട്ടുള്ള പരിശ്രമത്തെ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ വിപുലമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും മഹിളാ നേതാക്കന്മാരാണ്. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ മഹിളാ നേതാക്കന്മാരെയും സമ്പർക്കം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 24 തീയതി തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് 10,000 മഹിളകൾ പങ്കെടുക്കുന്ന മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ കിഴക്കേക്കോട്ട വരെ ആണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ദേശീയ മഹിളാ നേതാക്കന്മാർ ആ യാത്രയിൽ പങ്കെടുക്കും. കേരളത്തിലെ വ്യത്യസ്ത തൊഴിലുകളിൽപ്പെട്ട മഹിളാ നേതാക്കന്മാർ, ബിജെപിക്ക് അപ്പുറത്തുള്ള മഹിളാ നേതാക്കന്മാരും ആ യാത്രയിൽ സംബന്ധിക്കും. മഹിളാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യത്തിനെതിരായിട്ടുള്ള വലിയൊരു മഹിളാ മുന്നേറ്റം എന്നുള്ള നിലക്കാണ് 24 തീയതി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നിശ്ചയിച്ചിട്ടുള്ള പരിപാടി കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് 25, 26 തീയതികളിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം 30 സംഘടനാ ജില്ലകളുണ്ട് കേരളത്തിൽ. 30 സംഘടനാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹിളകളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഇതേ ആവശ്യമുന്നയിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീ വിരുദ്ധ മുന്നണികളായ ഇന്ത്യ സഖ്യത്തെ രാജ്യത്തിലെ മഹിളകൾ തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം. ഈ ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് 25, 26 തീയതികളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് മഹിളകൾ പങ്കെടുക്കുന്ന മഹിളകളുടെ പ്രതിഷേധ യാത്രകൾ, മാർച്ചുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഏപ്രിൽ മാസം 30-ന് മുമ്പുള്ളിൽ കേരളത്തിലെ 280 മണ്ഡലം കേന്ദ്രങ്ങളിൽ സമാനമായ മഹിളകളുടെ പ്രതിഷേധ പരിപാടികൾ, മഹിളാ മുന്നേറ്റ യാത്രകൾ ഞങ്ങൾ സംഘടിപ്പിക്കും. 280 മണ്ഡലം കേന്ദ്രങ്ങൾ നടക്കുന്ന പരിപാടിയിൽ 10,000-കണക്കിന് മഹിളകൾ കേരളത്തിലുടനീളം ഈ പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കും. അതോടൊപ്പം സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള മഹിളാ നേതാക്കന്മാരെയെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ്. ഞങ്ങൾ CPM-ലെയും കോൺഗ്രസിലെയും മഹിളാ നേതാക്കന്മാരെയും ഈ പ്രചരണത്തിലെയും പ്രക്ഷോഭത്തിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സീറ്റ് കിട്ടിയില്ല, പരിഗണിച്ചില്ല എന്നൊക്കെ വിലപിച്ചവരും പരാതിപ്പെട്ടവരും ധാരാളം പേർ അപ്പുറത്തെ പാർട്ടികളിലും മുന്നണികളിലെല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഒരു അവസരമായിരുന്നു ഈ ബില്ല് പാസ്സായിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിക്കപ്പെടാതെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന കേരളത്തിലെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള എല്ലാ മഹിളാ നേതാക്കന്മാരെയും, രാഷ്ട്രീയമുള്ളവരെയും രാഷ്ട്രീയമില്ലാത്തവരെയും എല്ലാവരെയും ഞങ്ങൾ ഈ പ്രക്ഷോഭ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്താകെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യ സഖ്യത്തിന് സ്വാധീനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഈ ബില്ല് പരാജയപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഈ പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ രാജ്യത്താകെ മാതൃകാപരമായ രീതിയിൽ കേരളത്തിലെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി കേരള ഘടകം തീരുമാനിച്ചിട്ടുള്ളത്.
വനിതാ സംവരണം എന്ന വ്യവസ്ഥയാണല്ലോ. ഈ 543 സീറ്റ് നിലനിർത്തിക്കൊണ്ട് വനിതാ സംവരണം ആകായിരുന്നല്ലോ. പാർലമെന്റ് സീറ്റ് വർദ്ധിപ്പിക്കാനെടുത്ത തീരുമാനം വനിതാ സംവരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്നിനെ മറ്റൊന്ന് മാറ്റി കളയാൻ വേണ്ടി കഴിയില്ല. കാരണം 2023 പാസാക്കിയ നിയമം അനുസരിച്ച് 2026 ആരംഭിക്കുന്ന സെൻസസ് പ്രക്രിയ പൂർത്തീകരിച്ച് ഡീലിമിറ്റേഷൻ കഴിഞ്ഞ് പുതിയ മണ്ഡലങ്ങൾ രൂപീകരിച്ചതിന് ശേഷം മഹിളാ സംവരണം നടപ്പിലാക്കാം എന്നുള്ളതായിരുന്നു 2023 എടുത്തിട്ടുള്ള തീരുമാനം. പക്ഷെ അതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-12 വർഷം കാത്തിരിക്കേണ്ടി വരും. ഇന്നത്തെ നിലക്ക് 2029 അത് കഴിഞ്ഞ് 2034 തെരഞ്ഞെടുപ്പിൽ നടപ്പിലാകുമെന്ന് ഉറപ്പില്ല. കാരണം എപ്പോഴാണ് ഡീലിമിറ്റേഷൻ പ്രക്രിയ പൂർത്തിയാക്കുക? 2026 ആരംഭിക്കുന്ന സെൻസസ് പ്രക്രിയ എപ്പോൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും? ഇതിനെക്കുറിച്ച് ഒരു മുൻകൂട്ടി ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അത്രയും വർഷം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അത്രയും കാത്തിരിപ്പ് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ നടപ്പിലാക്കുക. 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് പ്രാവർത്തികമാക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്. രണ്ടാമത് ഡീലിമിറ്റേഷൻ എന്നുള്ളത് സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ഡീലിമിറ്റേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് 2026 സെൻസസ് അനുസരിച്ചായാലും 2011 സെൻസസ് അനുസരിച്ചാലും ഡീലിമിറ്റേഷൻ 2011 സെൻസസ് പ്രകാരം പോലും നടത്തിയാലും പോപ്പുലേഷന്റെ ബേസാണ് ഡീലിമിറ്റേഷൻ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുറവ് വരും. അത് പരിഹരിക്കാനാണ്. ഇന്നിപ്പോ ഇവര് പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുറവ് വരുന്നതല്ലോ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുറവ് വരാതിരിക്കാനാണ് നിലവിലുള്ള പ്രപ്പോസൽ അനുസരിച്ച് എല്ലാവർക്കും തുല്യമായിട്ടുള്ള സീറ്റ് വർധനവുണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ സീറ്റ് വർധനവിലേക്ക് എത്തിയിട്ടുള്ളത്. അത് അംഗീകരിക്കാതെ കുഴിയിൽപ്പെട്ട് കിടക്കുകയാണ് പ്രതിപക്ഷം. അംഗീകരിച്ചാൽ കേരളത്തിന് പോലും ഗുണമായിരുന്നു. കേരളത്തിലെ എംപിമാർ എന്ത് കണ്ടിട്ടാണ് അതിനെ എതിർത്തത് എനിക്കറിയില്ല. ഇനിയിപ്പോ 2011 സെൻസസ് പ്രകാരം ഡീലിമിറ്റേഷൻ പൂർത്തീകരിച്ചാൽ കേരളത്തിന് നഷ്ടമാണ്. 2026 സെൻസസിനനുസരിച്ച് ഡീലിമിറ്റേഷൻ നടത്തിയാലും കേരളത്തിന് നഷ്ടമാണ്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാക്കാത്തൊരു പാക്കേജാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഇവരിപ്പോ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും കാണും, എല്ലാ പാർട്ടിയിൽപ്പെട്ട മഹിളാ നേതാക്കന്മാരെ. കാരണം ഈ ബില്ലിന് ഒരു പ്രത്യേകത, ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ചപ്പോ ഏതാണ്ട് എല്ലാ മഹിളാ നേതാക്കന്മാരും നിശബ്ദരായിരുന്നു. സംസാരിച്ച മഹിളാ നേതാക്കന്മാർ പോലും, ഈവൻ കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചപ്പോൾ പോലും രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും പ്രിയങ്ക ഗാന്ധി ഉയർത്തിയിട്ടില്ലല്ലോ. അപ്പൊ സംസാരിച്ച മഹിളാ നേതാക്കന്മാരെല്ലാവരും പാർട്ടി വിപ്പ് അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും മനസ്സ് ഈ ബില്ലിനോടൊപ്പമായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്ന കേരളത്തിലും CPM-ന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള മഹിളാ നേതാക്കന്മാർ, ഈവൻ ലീഗിന്റെ മഹിളാ നേതാക്കന്മാരടക്കം മനസ്സുകൊണ്ട് ഈ ബില്ല് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ എല്ലാവരെയും ഞങ്ങൾ നേരിട്ട് കാണും, അവരെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഇതൊക്കെ ഇതുപോലെ ഇതിപ്പോ 2 ആഴ്ച കൂടിയല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ അല്ലാതെ പ്രതീക്ഷ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് പ്രതീക്ഷ പറഞ്ഞതല്ലേ. 2 ആഴ്ച കാത്തിരിക്കാം, ഏതായാലും മോശമാവില്ല. പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമ്യ മുരളി, മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ സി നായർ, പിന്നെ ജില്ലാ അധ്യക്ഷ ഇന്ത്യ, നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർമാര് സരിതയും വിനീതയും, ഇവരെല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്. നടന്നു പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സന്തോഷം.